എന്താണ് ഈ ഫാനിന് കാറ്റുമില്ലേ? ഇത്രേ സ്പീഡേ ഉള്ളൂ. ഓ എൻ്റെ മൊയ്തു ഇവിടെ മാനേജ്മെന്റിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ള കാര്യം മൊയ്തുവിന് അറിയാമോ? ഈ കൊല്ലം 10ാം ക്ലാസ്സിൽ 100% വിജയം കൈവരിക്കുന്നു. ഞാനേ ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്. ഞാൻ അതിലേക്കാണ് എൻ്റെ കഴിവ് തെളിയിക്കേണ്ടത്. നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നടന്നാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. എന്താ ഇപ്പം ചെയ്യാന്നുള്ളതാണ്. ആ 14 എണ്ണം, 1ഉം 2ഉം അല്ല 14 എണ്ണം ഉണ്ട് ഈ 100% ഭീഷണിയായിട്ട് നിൽക്കണേ. അതൊന്നും ഇനി എങ്ങനെ പരീക്ഷ എഴുതിയാലും ജയിക്കൂല. ഞാൻ ആലോചിച്ചതാ പല പ്രാവശ്യവും. അതില് പ്രസിഡന്റിന്റെ കൊച്ചുണ്ട്. നിങ്ങളുടെ മോ ആശുപത്രി തന്നെയാണോ? അപ്പൊ അവനുണ്ട്. ഇതിനൊക്കെ പറഞ്ഞ് വേറെ ഏതെങ്കിലും സ്കൂളിൽ വിട്ടാ അവരെങ്ങനെ ചുമക്ക? ആരെങ്കിലും തയ്യാറാവണ്ടേ? ടീച്ചറേ, ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. എന്താണ്? ഞാൻ 4 മണി കഴിഞ്ഞല്ലേ നിങ്ങളോടൊക്കെ വരാൻ പറഞ്ഞേ? അതെ, 4 മണിക്ക് ഞാനൊരു കടയുടെ പണിയായിട്ടുണ്ട്. നാളെ ഉദ്ഘാടനമാണ് അതിന്റെ. അപ്പൊ ഇന്ന് രാത്രി കൂടി ഇന്ന് ചെയ്തു കൊടുത്താലേ അത് തീരുള്ളൂ. ഞാനിപ്പോ രാഘവേട്ടനെ കൂടി വിളിച്ചോണ്ട് പോകുന്നതാണ്. ഇരിക്കും. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കാര്യങ്ങളിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ പഠനത്തെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ലല്ലോ. എന്താ സാറേ വരാൻ പറഞ്ഞു? അതെ, നിങ്ങളുടെ ഉൾപ്പെടെ 14 കുട്ടികൾ എങ്ങനെ വിചാരിച്ചാലും ഇത്തവണ ജയിക്കാൻ പോണില്ല. അപ്പൊ അതറിയാം. ഇത്തവണ ഇവിടുന്ന് 62 പേരാണ് SLC എഴുതണേ. അവര് മുഴുവൻ ജയിച്ചാലല്ലേ 100% വിജയം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഈ 14 പേരെ എങ്ങനെയായാലും ജയിക്കില്ല. എന്റെ മോനുണ്ട് സാറേ? ഉണ്ട്, അതല്ലേ വരാൻ പറഞ്ഞത്. ഞാൻ മാനേജ്മെന്റിന് വാക്ക് കൊടുത്തിട്ടുണ്ട് 100% വിജയം കൈവരിച്ച് കൊടുക്കാന്ന്. അതെന്ത് പണിയാ സാർ കാണിച്ചത്? അല്ല, അപ്പൊ നിങ്ങളുടെ പിള്ളേര് ജയിക്കണ്ടെന്നാണോ? ഇവരൊക്കെ പറയുന്ന കേട്ടോ ഞാൻ കുറ്റക്കാരനെ പോലെയാണ്. അതെ, വഴി ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതായത് ഓട്ടിസവും മാനസിക പ്രശ്നങ്ങളും ഉള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതാതെ തന്നെ അവരെ ജയിപ്പിക്കാനുള്ളൊരു വഴിയുണ്ട്. ഒരു പരീക്ഷ എഴുതണ്ട? പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞാൽ അവർ പേന കൊണ്ട് എഴുതണ്ട. പക്ഷെ അവർ പറയണം. അവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം നമ്മളൊരു സ്ക്രൈബിനെ വെച്ച് പകർത്തണം. ആരാണ് സ്ക്രൈബ്? അതായത് ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവുണ്ടല്ലോ, അത് പകർത്താനിരിക്കുന്ന ആളിനെയാണ് സ്ക്രൈബ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശരാശരി നിലവാരമുള്ള കുട്ടിയെ വേണം ഇരുത്താൻ സ്ക്രൈബായിട്ട്. അല്ല, അത് പറയില്ല എന്ന് നമുക്കറിയാം. നിയമം അങ്ങനെയാണെങ്കിലും നമ്മൾ 9ാം ക്ലാസ്സിൽ ഏറ്റവും മിടുക്കരായ കുട്ടികളെയാണ് സ്ക്രൈബായിട്ട് തിരഞ്ഞെടുക്കണേ. അപ്പോൾ അവർ തന്നെ പഠിച്ചങ്ങ് എഴുതിക്കോളും. ഈ മണ്ടന്മാർ വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അത് മാത്രല്ല, ഇങ്ങനത്തെ പേപ്പർ വാല്യുവേഷന് പോകുമ്പോഴേ ആ ടീച്ചേഴ്സിന് ഒരു ആനുകൂല്യമൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഈ കിട്ടുന്ന മാർക്കിന്റെ കൂടെ ഒരു 25% കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ മാർക്ക് എഴുതുക. അപ്പൊ നല്ല മാർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെക്കാളും മാർക്ക് കൂടുതൽ ഈ മണ്ടന്മാർക്ക് കിട്ടും. നമ്മുടെ മക്കൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലേ ഡിസബിലിറ്റി ടിക്കറ്റ് ഇല്ലല്ലോ. സാറ് നേരത്തെ പറഞ്ഞ അസുഖമില്ലല്ലോ. ഡിസബിലിറ്റി അതായത് ഒരു തരം ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ ശുപാർശയിൽ ഒരു മെഡിക്കൽ ബോർഡാണ് തരേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ കാശിനുള്ള ആക്രാന്തമുള്ള ഇങ്ങനെയുള്ള കൊള്ളരുതായികളൊക്കെ ചെയ്യണ ഒരു സൈക്കോളജിസ്റ്റ് എൻ്റെ പരിചയത്തിലുണ്ട്. അയാൾക്ക് ഭ്രാന്താണേ. അല്ല, കാശെന്ന് പറഞ്ഞാൽ ഭ്രാന്താണേ. കാശെന്ന് പറഞ്ഞാൽ എന്ത് കൊള്ളരുതായികയും ചെയ്യും. ആളിൻ്റെ പേര് സത്യശീലൻ എന്നാണ്.